ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. മൂന്നാം ദിനം എല്ലാം വീണ്ടെടുക്കപ്പെടും. മാനവരാശിക്ക് വേദപുസ്തകം സമ്മാനിച്ച ഏറ്റവും ഭംഗിയുള്ള അർത്ഥതലങ്ങളുള്ള പദമതായിരിക്കണം തേർഡ് ഡേ, മൂന്നാം ദിനം. ഹോസേ 6:2 നമ്മളിത് ആദ്യം വായിക്കുന്നത്. അവിടെ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും മൂന്നാം നാൾ ഉയർപ്പിക്കും. സൂചന വ്യക്തമാണ്. യഹൂദർ വിചാരിച്ചിരുന്നു ഒരാൾ മരിച്ച് 3 ദിനത്തോളം അയാളുടെ ആത്മാവോടൊപ്പം ഉണ്ടായിരിക്കും. 3 ദിനം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും, ജീർണിച്ചു തുടങ്ങും. പിന്നെ അയാളിൽ ആഗ്രഹിക്കാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് ലാസറിൻ്റെ സമാധിയിലെത്തിയ യേശുവിനോട് അവൻ്റെ പെങ്ങന്മാർ ഇങ്ങനെയാണ് കരഞ്ഞത്, ഇത് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ നീ വരണമായിരുന്നെങ്കിൽ നീ നേരത്തെ വരണമായിരുന്നു. ഇനിയിപ്പോൾ എന്താണുള്ളത്, എന്താ അവശേഷിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ എന്താണ് ഈ മൂന്നാം ദിനം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രതീക്ഷ തീരുന്നിടത്തുനിന്ന് ദൈവത്തിൻ്റെ ശരിയായ സമയം ആരംഭിക്കുന്നു. ഫ്രിഞ്ച് ഓഫ് മാൻസ് എക്സ്പെക്ടേഷൻ ആൻഡ് റൈറ്റ് ടൈം ഫോർ ഗോഡ്. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ സ്വീകാര്യമായ സമയം. കാലം, പ്രകൃതി, ഈശ്വരൻ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാത്തിനും ഒരു വീണ്ടെടുപ്പുണ്ടാകും. എല്ലാ മുറിവുകളും സൗഖ്യപ്പെടും. അവശേഷിക്കുന്നത് വടുക്കൾ മാത്രമായിരിക്കും. കാലം വലിയൊരു വിസ്മയമാണ്. ഒരു മണൽത്തരി പോലും ഒരു കാലത്തിന് ശേഷം മുത്തായി മാറുന്ന കഥകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ചിപ്പിക്കുള്ളിൽ പ്രവേശിക്കുന്നൊരു മണൽത്തരി എന്തൊരു ദുസ്സഹമായ വേദനയാണ് അതിന് കൊടുക്കണം, ആ ഒരു ചിപ്പിക്ക് കൊടുക്കണം. ഷൂവിനുള്ളിൽ കല്ല് കയറുക എന്നൊക്കെ പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അതിനെ പലതുകൊണ്ട് ഗുണിക്കുക. അത്രയും കഠിനമായ വേദനയാണ്. എന്നിട്ടും കുറേ കാലം കഴിയുമ്പോൾ ഈ മണൽത്തരിക്ക് മീതെയായിട്ട് സ്രവം രൂപപ്പെടുന്നു. പിന്നെയും സംവത്സരങ്ങൾക്ക് ശേഷം അതിനെ പൊതിഞ്ഞ ആ സ്രവവും മണൽത്തരിയും ഒക്കെ പതുക്കെ പതുക്കെ മുത്തായി രൂപപ്പെടുന്നു. അപ്പോൾ കാലം വല്ലാത്തൊരു വൈദ്യനാണ്, വല്ലാത്തൊരു മീഡിയമാണ്. ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ മീഡിയമാണ്. കാലം എല്ലാത്തിനെയും സൗഖ്യപ്പെടുത്തും, എല്ലാത്തിനെയും വീണ്ടെടുക്കും. അതൊക്കെ ഈ ഒരു മൂന്നാം ദിനമെന്ന് പറയുന്ന വിചാരത്തിൻ്റെ ഫിലോസഫിക്കലായ വിചാരങ്ങൾക്കകത്ത് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന കാര്യങ്ങളാണ്. പ്രകൃതി നിശ്ചയമായിട്ടും കാലത്തിന് ഒരു പ്രതലം ആവശ്യമുണ്ട്. അത് ഈ നേച്ചർ എന്ന് പറയുന്ന ഒന്നിനകത്ത് കൂടിയാണ് ആ കാലമെന്ന് പറയുന്ന ടൂള് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. കാലത്തിൻ്റെ സ്പേസ് എന്ന് പറയുന്ന സംഭവമാണ് ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാസ്തവം ഈ സ്പേസ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. വാസ്തവത്തിന് പ്രകൃതി എന്തൊരു ഹീലിംഗ്. ഒരു ചെറിയ മഴപ്പെയ്ത്ത് പോലും എന്തൊരു സൗഖ്യം നമുക്ക് തരുന്നത്. ഒരു തടാകത്തിലേക്ക് നോക്കിയിരുന്ന താൻ അനുഭവിച്ച സൗഖ്യത്തെക്കുറിച്ചൊക്കെ തോറ വാൾഡൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവം മനുഷ്യനെ സൗഖ്യപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന 2 മഹാവൈദ്യന്മാരുടെ പേരാണ് കാലവും പ്രകൃതിയും. അതൊക്കെ ഈ മൂന്നാം ദിനം എന്ന് പറഞ്ഞ വിചാരത്തിൻ്റെ ധ്യാനടരുകൾക്കകത്തുണ്ട്. കുറച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ മൂന്നാം ദിനങ്ങളെ ഒന്ന് വേഗത്തിൽ കണ്ടിട്ട് ഈ ഒരു ഈസ്റ്ററിൻ്റെ ധ്യാനത്തോട് ആ വാക്കിന് ചേർത്ത് വായിക്കാമെന്നാണ് കരുതുക. പുതിയ നിയമത്തിൽ ഒരു 5ഓളം ഇടങ്ങളിൽ ഈ മൂന്നാം ദിനമുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, ഈ ഹോസേ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഒരു പശ്ചാത്തലം എന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം, ലോകത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് തങ്ങളിൽ തന്നെ ഇങ്ങനെ ഏകാഗ്രതയോട് ജീവിക്കുമെന്ന്, സമഗ്രതയിൽ നിൽക്കുമെന്നൊക്കെ കരുതുന്ന ഒരാളെ, ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളെ, കുറച്ച് കാൽ ഇടറിയിട്ടുണ്ടെങ്കിലും കുറച്ച് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരാൾ. എന്നിട്ടോ ഹോസേ എന്ന് പറഞ്ഞ് ഈ ഒരു ചെറുപ്പക്കാരനോട് ദൈവം പറഞ്ഞു, നിൻ്റെ സ്ത്രീയെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് തെരുവിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ദേശത്തെ ഗണികയാണ് ഇയാൾക്ക് തൻ്റെ വധുവായിട്ട് ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ഒരു വല്ലാതെ ഷാബി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഗാർഹിക സാഹചര്യങ്ങളിലാണ് ഇയാളുടെ ജീവിതം ആരംഭിക്കുന്നത്. എന്നിട്ടോ ആ മനുഷ്യനാണ് ഏറ്റവും പ്രതീക്ഷയുടെ വാക്ക് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അയാളുടെ ഒരു ആത്മകഥയുടെ ചെറിയൊരു പൊടിപ്പോ സ്പന്ദനം കൂടി ഒന്ന് കാതോർത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 5 മൂന്നാം ദിനങ്ങളുണ്ട് പുതിയ നിയമത്തിനകത്ത്. ഒന്നാമതായിട്ട് കുഞ്ഞിനെ കളഞ്ഞു പോയിട്ട് തിരികെ കിട്ടുന്ന മൂന്നാം ദിവസം. ഉത്സവപ്പറമ്പിൽ വെച്ച് കുഞ്ഞിനെ കൈവിട്ട് പോയ ജോസഫിനും മേരിയും. എന്നിട്ടോ മൂന്നാം ദിവസം അവർക്ക് തങ്ങളുടെ കുഞ്ഞിനെ തിരികെ കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കേണ്ട ഈ ബന്ധങ്ങളിലൊക്കെ. അങ്ങനെ ബന്ധങ്ങളെ നമ്മുടെ അവധാനതയിൽ, നമ്മുടെ ഒരു ധാരണയില്ലായ്മ കൊണ്ട്, നമ്മുടെ പ്രകാശമില്ലായ്മ കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ ഈ ദീർഘമായ യാത്രയിൽ കളഞ്ഞു പോയിട്ടുണ്ടാകും. അതിനെയൊക്കെ തിരികെ പിടിക്കുക. എല്ലാ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പിനകത്തും ഒരു ഉയർപ്പിൻ്റെ പ്രകാശം വന്ന് വീഴുന്നുണ്ട്. ആരും എന്നേക്കുമായിട്ട് മാഞ്ഞു പോകുന്നില്ല, മറഞ്ഞു പോകുന്നില്ല. എങ്ങനെയാണ്
നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഇങ്ങനെ ധനികമാക്കിയ മനുഷ്യർക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുക? അവരവിടെയൊക്കെ ഉണ്ട്. അവരൊന്ന് കണ്ടെത്താനുള്ളൊരു ചെറിയൊരു ശ്രമം ഉണ്ടായാൽ മാത്രം മതി. കടപ്പുറത്തിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചില തുരുത്തുകളൊക്കെ അപ്രത്യക്ഷമാകും. ആ തുരുത്തുകൾ അപ്രത്യക്ഷമായി കഴിയുമ്പോൾ ആ ദേശത്തെ പ്രായമുള്ളവർ പറയും, നമ്മുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഇത് വേറെ എവിടെയെങ്കിലും ഒരു തുരുത്തായിട്ടുണ്ടാകും. തുമ്പോളി കടപ്പുറത്തുനിന്ന് മാഞ്ഞു പോയ തുരുത്ത് ഒരുപക്ഷെ ആ കൊച്ചിയിലെവിടെയെങ്കിലും ഒരു തുരുത്തായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ എവിടെയോ ഒക്കെ ഉണ്ട്. ഒന്നും എന്നേക്കുമായിട്ട് മറഞ്ഞു പോകുന്നില്ല. വിശേഷിച്ചും ബന്ധങ്ങൾ, സ്നേഹിച്ചിരുന്നവർക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റുക? എങ്ങനെയാണ് അവർക്ക് എന്നേക്കുമായിട്ട് വേർപിരിഞ്ഞു പോകാൻ പറ്റുക? അപ്പോൾ ഒന്ന് ഈ ബന്ധങ്ങളുടെ വീണ്ടെടുപ്പ്, ബന്ധങ്ങളിൽ സംഭവിക്കേണ്ട ഒരു ഉയർത്തേനല്ലോ, ബന്ധങ്ങളുടെ ഒരു 3-ാം ദിവസം. രണ്ടാമതായിട്ട് യേശുവിൻ്റെ പരസ്യജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സൂചന നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. 3-ാം ദിനം കാനായിൽ കല്യാണം നടന്നു പറഞ്ഞാണ് അവൻ്റെ പരസ്യജീവിതത്തിൽ ആദ്യത്തെ അനുഭവം വേദപുസ്തകം അടയാളപ്പെടുത്തുക. ഉപയോഗിക്കുന്ന വാക്ക് അടയാളം തന്നെയാണ്, അത്ഭുതം എന്നുള്ള വാക്കല്ല. യേശു എന്ത് ചെയ്യും, യേശു എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മുഴുവൻ സൂചനകൾ ആ ചെറിയ സംഭവത്തിനകത്ത് ഇങ്ങനെ ഭംഗിയായി സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് സംഭവിച്ച കാര്യം നമുക്കറിയാം. വെള്ളത്തെ വീഞ്ഞാക്കി. വെള്ളം വീഞ്ഞാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മപൂരിതമായ ജീവിതം ഉണ്ടാകുക എന്നുള്ള, പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രതീകം കൂടിയാണ് വീഞ്ഞെന്ന് നമുക്കറിയാം. വിശേഷിച്ചും പെന്തക്കോസ്ത ദിവസം ഇങ്ങനെ ആത്മപൂരിതരായി നിന്നുകൊണ്ട് അപ്പോസ്തലന്മാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കൂട്ടം പറഞ്ഞതാണ്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരെ കണക്ക്, ഇവരുടെ ജീവിതത്തിൽ ലഹരിയുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ഏർപ്പെടുന്ന പല കാര്യങ്ങൾക്കും അത്ര ലഹരിയില്ല. ഇത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സന്തോഷമോ സ്വസ്ഥയോ നമ്മളിങ്ങനെ നുരയുന്ന അനുഭവങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഒരു 3-ാം പക്കം ഇതാണ്, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന മേഖലയ്ക്കകത്ത് ആത്മാവിൻ്റെ സന്നിവേശം, അതുമൊക്കെ വീണ്ടെടുപ്പ്, അതുമൊക്കെ ഉയർപ്പ്. അത്തരമൊരു ആത്മാവിൻ്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ഔദ്യോഗികമാകുന്നു, എന്ത് ഒഫീഷ്യലാകുന്നു, എന്ത് യാന്ത്രികമാകുന്നു. അതിനകത്ത് നിശ്ചയമായിട്ടും നമ്മുടെ സോളില്ല. കുഞ്ഞിനെ തൊട്ടിലാട്ടുമ്പോഴോ സഹസേന അനുഷ്ഠിക്കുമ്പോഴോ എന്തിനും പ്രാർത്ഥിക്കുമ്പോൾ പോലും സോളില്ല. രണ്ടാമത്തെ 3-ാം പക്കം ഇങ്ങനെ സമസ്ത മേഖലകളിലും ഇങ്ങനെ ആത്മപൂരിതമായൊരു ജീവിതം സംഭവിക്കേണ്ട വിധത്തിലുള്ള ചില ഉയർപ്പിൻ്റെ പ്രതിധ്വനികളാണ്. 3-ാമത്തേത് യേശു ഒരു പള്ളിമുറ്റത്തിരുന്നു കൊണ്ട് പറയുകയാണ്, ഈ പള്ളിയെ തകർക്കുക, ഞാൻ ഇന്ന് 3-ാം നാൾ പുനരുദ്ധരിക്കാം. അതിങ്ങനെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ഇങ്ങനെ പള്ളിയെ തകർക്കുക, പള്ളിയെ ഞാൻ പുനർനിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ കേൾവിക്കാർ അവനെ കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. 46 സംവത്സരങ്ങൾ കെട്ടിയ പള്ളിയായിരുന്നു. ഇത് തകർത്തിട്ട് നീ എങ്ങനെ ഇതിനെ 3-ാം നാൾ പുനർനിർമ്മിക്കാൻ പോവുക? ഇപ്പോൾ യോഹന്നാൻ വളരെ കൃത്യമായിട്ടൊരു വരി എഴുതി വെക്കുന്നുണ്ട്. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നവർക്ക് മനസ്സിലായില്ല. ആർക്ക് ഏത് കാലത്തിലും മനസ്സിലാകുന്നുണ്ട് ശരീരം ദേവാലയമാണെന്ന്. പുരാതന ക്ഷേത്രത്തിൻ്റെ പേരാണ് ശരീരം എന്ന് പറഞ്ഞിട്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് അവനെ നാസാരന്ധങ്ങളിൽ ദൈവം ശ്വസിച്ചു. ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്നത് ബ്രെത്ത് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഈസ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം. അങ്ങനെയെങ്കിൽ ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും പഴക്കമുള്ള ദേവാലയമായിരുന്നു ശരീരം. ആ ദേവാലയത്തിൽ ദൈവിക സാന്നിധ്യം മനുഷ്യൻ മറന്നുപോയപ്പോഴാണ് ക്രിസ്തുവിലൂടെ അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ വീണ്ടും ഭംഗിയായിട്ട് ലഭിക്കുക. അവൻ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നവർക്ക് മനസ്സിലായില്ല. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് യേശു ചെയ്തൊരു കാര്യം കൂടി ഓർത്താൽ കൃത്യമായിട്ട് ഈ ധാരണയെ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാകും. എന്താണത്? അവരവൻ ഊതിക്കൊണ്ടാവും പറഞ്ഞ ആത്മാവിനെ സ്വീകരിക്കുക. ഒക്കെ ഇങ്ങനെ ഈ പ്രസൻസ് ഓഫ് ഗോഡാണ്. അപ്പം 3 ഈ ശരീരബോധങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. അത്ര ഭംഗിയല്ലാത്ത ഒരു ശരീരബോധം നമ്മുടെ കാലത്തിൽ ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട്. മനുഷ്യനിങ്ങനെ ആ ശരീരത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിൻ്റെ ചെറിയ മമതകളിൽ മാത്രം കുരുങ്ങിപ്പോവുകയാണ്. അതിൻ്റെ താൽക്കാലിക പ്രിയങ്ങളിൽ മാത്രം കുരുങ്ങിപ്പോവുകയാണ്. എന്തുമാത്രം പേർക്ക് എന്തുമാത്രം കെണികളിൽ നിന്ന് ഈ ശരീരത്തെ രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ചില ശീലങ്ങൾക്കകത്തുനിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ ശരീരധാരണകൾക്കകത്തുനിന്ന്. പിന്നെ നിശ്ചയമായിട്ടും രോഗാതുരതയിൽ നിന്ന് സൗഖ്യത്തിലേക്കുള്ള യാത്രയും ഒക്കെ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പല്ലേ. നിശ്ചയമായിട്ടും ഒരാൾക്ക് അയാളുടെ ശരീരത്തിൻ്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ. യേശു വിശേഷിച്ച ഒരു ഭിഷകനായിരിക്കവേ. അപ്പം 3 ഈ ശരീരബോധങ്ങളുടെ വീണ്ടെടുപ്പ്. 4-ാമത്തെ 3-ാം പക്കം ഇങ്ങനെ വ്യക്തമായ ചില ദിശാബോധം നമുക്ക് തരുന്ന ഒരു തേർഡ് ഡേ എന്ന് പറയുന്ന സങ്കല്പം. യോനായുടെ ഒരു കഥയാണ് യേശു ഉപയോഗിക്കുന്നത്. യോന എന്ന് പറഞ്ഞ പ്രവാചകനോട് ഒരു ദേശത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ പ്രവാചകനായിട്ട് മറുദേശത്തേക്ക് കപ്പൽ കയറുന്നു. പിന്നെ ആ കപ്പലിനിടയിൽ ആ യാത്രക്കിടയിൽ സംഭവിക്കുന്ന കുറച്ച് ദുർനിമിത്തങ്ങൾ അയാളെ ഇങ്ങനെ കടലിലേക്ക് എറിയുന്നു. ഒരു തിമിംഗലം അയാൾ വിഴുങ്ങുന്നു. 3 ദിവസത്തോളം അയാൾ ആ തിമിംഗലത്തിനകത്തുണ്ടായിരുന്നു. തിമിംഗലത്തിനകത്തിരിക്കുന്ന യോനായുടെ പടം വരക്കാനായിട്ട് ഒരു കുട്ടിയോട് നമ്മൾ ആവശ്യപ്പെടുകയും അവൻ വരച്ച പടം ഈ കഥ അറിയാത്ത വേറൊരു കുട്ടിയെ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ആ കുട്ടി എന്തായിരിക്കും പറയാൻ പോകുന്നതോ, ഇതൊരു ഗുഹയ്ക്കകത്തിരിക്കുന്ന മുനിയെ കണക്ക് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഒരാളിങ്ങനെ ഒരു 3 ദിവസം കണ്ണും പൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അത്തരം കാര്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തൊരു ഫ്ലാറ്റായ ജീവിതം.
നിർഭാഗ്യവശാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ ഫ്ലാറ്റായ ജീവിതമുള്ള മനുഷ്യരാണ്. ഒരു കൃത്യമായ മൂർച്ചയോ ഏകാഗ്രതയോ ഇല്ലാതെ പോവുക. കാരണം പാലിക്കാനായിട്ട് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു പർപ്പസൊന്നുമില്ല. 24-ാം വയസ്സിൽ മാനസാന്തരം ലഭിച്ചപ്പോൾ അസിസിലെ ഫ്രാൻസിസ് മുട്ടിമെന്ന് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ: ദൈവം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ സ്വന്തം ജീവിതത്തിനകത്ത് എന്താ ചെയ്യേണ്ടെന്ന് വ്യക്തതയില്ലാത്ത മനുഷ്യർ നിശ്ചയമായിട്ടും ഉയർപ്പിക്കപ്പെട്ട മനുഷ്യരല്ല. അവർ വളരെ ഫ്ലാറ്റായ സാധാരണ മനുഷ്യർ. ഒരു തരത്തിലും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഉയർപ്പിൻ്റെ ധ്വനികളോ പ്രസാദപരാഗങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ 4-മത്തെ ഇതാണ് ജീവിതത്തിന് കുറേ കൂടി പർപ്പസ് കിട്ടുന്ന, ദിശാബോധം കിട്ടുന്ന ഒരു അനുഭവം. നിശ്ചയമായിട്ടും ഒരു ശരാശരി മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്. അത്തരമൊരു ധാരണ കിട്ടിക്കഴിയുമ്പോൾ അയാളുടെ ജീവിതം പഴയതല്ല. യേശു ഇങ്ങനെ എല്ലാം പൂർത്തിയായും എന്നൊക്കെ പറഞ്ഞ് മടങ്ങിപ്പോയതൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വാരങ്ങളിലൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്ത മനുഷ്യർ എന്ത് പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്? അവർക്കൊരു ബ്ലൂ പ്രിൻ്റ് ഇല്ല, ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. അപ്പോൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ബ്ലൂ പ്രിൻ്റ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അത് നോക്കിയിട്ട് അതിനെ നോക്കി ഓരോ കല്ലും വെക്കുമ്പോൾ, ഓരോ എടുപ്പും വെക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ പൂർത്തിയായെന്ന് പറഞ്ഞ ഒരു സാഫല്യത്തിലൊക്കെ എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റും. അപ്പോൾ 4-മത്തത് അങ്ങനെ ഒരു പ്രതലത്തിലാണ്. 5-മതായിട്ട് സ്വാഭാവികമായിട്ട് ഇന്ന് നമ്മുടെ ഉയർപ്പ് തിരുനാൾ. പുലരിയിലെ സ്ത്രീകൾ ഇങ്ങനെ ശവകുടീരത്തിലേക്ക് പോവുകയാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ആ സ്നേഹം എന്ന് പറയുന്നൊരു ഘടകം ഇങ്ങനെ പലതും വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാനായിട്ടുള്ള പ്രേരണയാണ് വാസ്തവത്തിൽ. 3 ദിവസം കഴിഞ്ഞ് ഒരാളുടെ ആ ശരീരത്തെ തൈലാഭിഷേകം ചെയ്യാനായിട്ട് ഈ സ്ത്രീകൾ പുലരിയിലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജീർണിക്കേണ്ട സമയം. പക്ഷേ സ്നേഹത്തിന് ചില ഉറപ്പുകളുണ്ട്, ഒന്നും സംഭവിക്കില്ല. അവർക്ക് ഒരു സന്ദേഹമില്ല, ഒന്നിനെക്കുറിച്ചില്ല. പോകുന്ന വഴിക്ക് അവരുടെ വേറൊരു സന്ദേഹം എന്ന് പറയുന്നത് ഈ മൂടിക്കൽ ആരും നമുക്ക് വേണ്ടി മാറ്റും. ഈ മരിച്ച ആളുടെ കുടീരത്തിൻ്റെ ആ വാതിൽ വെച്ചിരിക്കുന്ന കട്ടിയുള്ള കല്ല്, മൂടിക്കൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ അത് മുദ്ര ചെയ്യപ്പെട്ട് കൂടിയിരിക്കുക. അങ്ങനെ കൂടി ഒരു കാര്യം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. രാത്രിയിൽ വന്നിട്ട് അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ മറവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പറയുന്നൊക്കെ ഭയപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവൻ്റെ മൃതശരീരം അടക്കിയിരിക്കുന്ന ഇടത്തിൽ കൃത്യമായ മുദ്ര വെച്ചിട്ട് സൈനികരുണ്ട്. ഇതൊന്നും ഈ സ്ത്രീകൾ അലട്ടുന്നില്ല. അവരെ ഈ പുലരിയുള്ള യാത്ര അലട്ടുന്നില്ല, ഇരുട്ട് ഭയപ്പെടുത്തുന്നില്ല, മൂടിക്കല്ല് ആരും മാറ്റുന്നതിനെക്കുറിച്ച് അവർക്ക് സന്ദേഹമില്ല. എന്തിന് അവർ ഈ പുലരിൽ ഇവിടേക്ക് വന്ന് അവരോട് ചോദ്യം ചെയ്യാൻ പോകുന്ന റോമൻ പടയാളികളെ ഇവർക്ക് പേടിയില്ല. സ്നേഹം വല്ലാത്തൊരു പ്രേരണ. എന്നിട്ടോ അവിടെ ചെല്ലുമ്പോൾ ആ മൂടിക്കല്ല് മാറിപ്പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിന് വേറൊരു പ്ലെയിൻ കിട്ടിയ ഈ മൂടിക്കല്ലെന്ന് പറയുന്നത് ഇങ്ങനെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കിടയിലുള്ള മൂടിക്കല്ല. മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നു? നിങ്ങളുടെ മരിച്ചു പോയ കുഞ്ഞിന് എന്നാ സംഭവിക്കുന്നു? ഒരു ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു കുഞ്ഞ് കടന്നുപോയി. ഒരു 3 വയസ്സുള്ള ആമി എന്ന് പറയുന്ന മോള്. നമുക്ക് എന്നാ സംഭവിക്കുന്നു? ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റിൽ ഇങ്ങനെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള ആ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് ചെല്ലുമ്പോൾ അമ്മ സമയത്തോടുകൂടി പറയുകയാണ്, ഒരു ദിവസം ആ കുഞ്ഞിനെ ഞങ്ങൾ കാണും അച്ഛാ, തീർച്ചയായിട്ടും കാണും, നമ്മുടെ മാലാഹ കുഞ്ഞ് എവിടെയുണ്ട്. അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ആ കൃത്യമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മാറിപ്പോയ മൂടിക്കല്ല്. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കുള്ള മൂടിക്കല്ല് മാറിപ്പോയുമ്പോൾ അകത്തേക്ക് പ്രവേശിച്ച ആ സ്ത്രീകൾ മനസ്സിലാക്കി ഒരു തിരിശേഷിപ്പ് പോലുമില്ല. എന്താ അതിൻ്റെ അർത്ഥം? മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെക്കാൾ സജീവരാണ്. മരണം അടയണ വാതിലല്ല, തുറയുന്ന വാതിലാണ്. അങ്ങനെ മരണം കൊണ്ട് തീരുന്നതല്ല ആയുസ്സെന്നും ശരീരത്തിൽ അവസാനിക്കുന്നതല്ല ജീവിതമെന്നൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈസ്റ്റർ എന്ന് പറയുന്ന 3-ാം ദിനം ഒക്കെ ഉയർപ്പിൻ്റെ തന്നെ ആ വലിയ ഗുണപരമായ ഒരു പ്രോഗ്രഷനാണ്. അതിങ്ങനെ ആരംഭിക്കുന്നത് ഈ ബന്ധങ്ങളിലുള്ള ഉയർപ്പിൽ നിന്നാണ്. അവിടം തൊട്ട് നിശ്ചയമായിട്ടും ഈ ശരീരത്തിൽ തീരാത്ത ജീവിതം, വിളക്കേ കിടന്നുള്ളൂ, വെളിച്ചമെന്ന് നിലനിൽക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. കണ്ട വിചാരങ്ങളെ ഇങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം. ഈസ്റ്റർ മാനവരാശിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള വാക്കിതാണ് 3-ാം ദിനം, തേർഡ് ഡേ. ഒന്നും എന്നേക്കുമായിട്ട് മറഞ്ഞു പോകുന്നില്ല, ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല. നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞതൊക്കെ വേറെ എവിടെയോ വളരെ സുരക്ഷിതമായിട്ട് നിൽപ്പുണ്ട്. ഹോസേയ 6:2 ആദ്യമായ പദം നമ്മൾ വായിച്ചു കേൾക്കുക. അവിടുന്ന് എന്നെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ഉയർപ്പിക്കും. 5ഓളം സൂചനകളാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. 1, കൈവിട്ടു പോയ ബന്ധങ്ങളിലെ വീണ്ടെടുപ്പ്. 2, ഇങ്ങനെ പച്ചവെള്ളം പോലെ സാധാരണമായ നമ്മുടെ ജീവിതത്തിനകത്ത്, വളരെ പൊതുവായ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് ഇങ്ങനെ അരൂപിയുടെ ആവാസം കൊണ്ട് സംഭവിക്കുന്ന പുതിയ നുരയൽ, വെള്ളം വീഞ്ഞാകുന്ന 3-ാം പക്കം. 3,
അവനവൻ്റെ ശരീരബോധങ്ങളെ വീണ്ടെടുക്കുന്ന മറ്റൊരു മൂന്നാം പക്കം. ഈ ദേവാലയം നിങ്ങൾ തകർക്ക്, ഞാൻ എന്നെ മൂന്നാം നാൾ ഉയർപ്പിക്കുന്ന എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവനിത് പറയുന്നവർക്ക് മനസ്സിലായില്ല. 4, ഒന്ന് കണ്ണുപൂട്ടിയിരുന്ന് കഴിഞ്ഞെന്നാൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന മൂന്നാം പക്കം. പർപ്പസ്. കൃത്യമായ അത്തരമൊരു പർപ്പസ് ഇല്ലാത്ത എല്ലാ ജീവിതവും തന്നെ ഇങ്ങനെ ഫ്ലാറ്റായ ജീവിതം. അതിനൊന്നും ഇങ്ങനെ എവിടെയെങ്കിലും എത്തിയെന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോകാനാവില്ല. ഒടുവിലായിട്ട് ഈസ്റ്റർ എന്ന് പറയുന്ന മൂന്നാം പക്കം, മരണം ഒടുവിലത്തെ വാക്കല്ല, ഇത് ഒന്നിൻ്റെ അവസാനമല്ല. ഡെത്ത് ഈസ് നോട്ട് എ ക്ലോസ് ഡോർ ബട്ട് ആൻ ഓപ്പൺ ഡോർ എന്ന് എന്നോട് സൗമ്യമായി മന്ത്രിക്കുന്ന, ഉറ്റവർക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും എനിക്കുമൊന്നും സംഭവിക്കാനില്ലെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്ന ആ ഈസ്റ്റർ എന്ന് പറയുന്ന മൂന്നാം പക്കം. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ ശുഭാശംസകൾ. ജീവിതം പ്രഭാമയം സന്നിധാനം, തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.